ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇറാനിപ്പുളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇറാനിപ്പുള എങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് 200 ഗ്രാം ചിക്കന് ഞാൻ വേവിച്ചെടുത്തതാണ്. അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കന് നമുക്കതിലേക്ക് ഇട്ടെടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണ്. അതാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, അത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ അതുപോലെ ചിക്കൻ മസാലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 കപ്പിൽ തന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ കപ്പിൽ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ലൂസിലാണ് വേണ്ടത് നമുക്ക്. ഇനി ഇത് ഉണ്ടാക്കാം. ഇനി ഇതാ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്റർ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണ്ടി 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നമുക്ക് ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നന്ന് സൈഡിലോട്ടായിട്ട് വെക്കേണ്ട, നടുഭാഗത്തായിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഫില്ലിങ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒരു ക്യാപ്സിക്കം വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് അതൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മേലെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ഒരു കഷ്ണം വെച്ച് കൊടുക്കാം. ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അതിനുശേഷം അടച്ച് വെച്ച് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതാ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി പോളയാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.